എൻ്റെ ഫാമിലിയിൽ ഫസ്റ്റിൽ മൂക്കുത്തിയാൾ ഞാനായിരുന്നു. അങ്ങനെയാണ് എല്ലാവരും പറയപ്പെടുന്നത്. എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ടും എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്ന എൻ്റെ ഫാമിലിയിൽ ഫസ്റ്റിൽ മൂക്കുത്തി പോയ ആൾ ഞാനാണ്. മൂക്കുത്തിയിൽ പല പ്രതിഷേധങ്ങളും പല വിവാദങ്ങളും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ 6 തവണ മൂക്കുത്തിയിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യം എനിക്ക് മൂക്കുത്തണം എന്നായിരുന്നു. കാരണം അറിയില്ല, എല്ലാവരും മൂക്കുത്തി കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റിൽ പാർലറിൽ പോയിട്ടാണ് മൂക്കുത്തിയത്. അപ്പം ഞാൻ ഇവിടെയാണ് കുത്തിയത്. ഇവിടെ ഞാൻ മൂക്കുത്തി. പക്ഷേ എന്തോ അതെനിക്ക് ഇൻഫെക്ഷൻ വന്നു, ആകെ സീനായിട്ട് ഞാൻ അതെടുത്ത് കളഞ്ഞു. വീണ്ടും ഞാൻ പാർലറിൽ പോയിട്ട് മൂക്കുത്തി. സെയിം സിറ്റുവേഷൻ പോയി. അങ്ങനെ ഞാൻ ഹോമിയോയിൽ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് ഇവിടെ സെറ്റായി വന്നപ്പോൾ മേ ബി ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പാർലറിൽ പോയി കുത്തിയതുകൊണ്ടായിരിക്കും ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാവുക. നിങ്ങൾ തട്ടാൻ്റെ അടുത്ത് പോയി കുത്തി നോക്കൂ, ചിലപ്പം മൂക്കിന് അളവ് മീൻസ് ഇവിടെ വല്ല മരുന്നൊക്കെ ഉണ്ടാവും, മരുന്നൊക്കെ തട്ടിപ്പോയതായിരിക്കാമെന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അടുത്ത പ്രാവശ്യം ഞാൻ പോയിട്ട് തട്ടാൻ്റെ അടുത്ത് പോയി നോക്കി. തട്ടാൻ്റെ അടുത്ത് നോക്കിയപ്പോഴും സെയിം അവസ്ഥ, സെയിം ഇൻഫെക്ഷനായി, ആകെ കൊളായി. പിന്നെ ഞാൻ വീണ്ടും കുത്തി അവിടെ തട്ടാൻ്റെ അടുത്ത് പോയിട്ട് തന്നെ. ഇപ്പോഴും സെയിം ഇൻഫെക്ഷൻ. ഡോക്ടർമാർ കാണിച്ച് ഞാൻ എനിക്ക് വട്ടായി. അങ്ങനെയൊക്കെ എൻ്റെ ഉമ്മ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഡോക്ടേഴ്സിന് സുന്നത്ത് ആ ഡോക്ടേഴ്സിന് മൂക്കുത്തും. അത് നമ്മൾ സൂചിയിൽ ജസ്റ്റ് ഇങ്ങനെ ധരിപ്പിക്കാണ്ട് കുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യമൊക്കെ ചെയ്തത് ഗൺ ഷൂട്ടാണ്. അപ്പോൾ ഒരു ലാസ്റ്റ് പോയ ഡോക്ടർ പറഞ്ഞു, എനിക്ക് ഗൺ ഷൂട്ട് സ്കിന്നി അലർജി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അലർജി വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഡോക്ടറെ അടുത്ത് അങ്ങനെ കുത്തുകയാണെങ്കിൽ ചിലപ്പോൾ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് പോയി ഡോക്ടറെ അടുത്ത് പോയി കുത്തിയപ്പോൾ അങ്ങനെ ഇവിടെയാണ് കുത്തിയത്. ഇത് സെറ്റായി, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായി നിന്നു. അങ്ങനെ ഇട്ട് വെയില്ല. ഹൗസ് വാമിൻ്റെ ടൈമിൽ ഇതിൻ്റെ മൂക്കിൻ്റെ ബാക്കിലെ സ്ക്രൂ അഴിഞ്ഞു പോയി. നോട്ടായിരുന്നു. എനിക്കപ്പോൾ ആ ടൈമിൽ ജസ്റ്റ് വേറെ ഒന്നും പോലും മൂക്കിലിടാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ഈർക്കിൾ പോലെ ഇട്ടാൽ മതി, അതും ഇടാൻ പറ്റില്ല. അതായിരുന്നു പോയി. അങ്ങനെ ഇരിക്കെ എനിക്ക് നല്ല വിഷമമായി. പിന്നെ മൂക്കുത്താനൊന്നും ഉമ്മ സമ്മതിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന കൊച്ചിയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് അവിടുന്ന് അവിടുത്തെ ഹോസ്റ്റലിലെ ചേച്ചി എന്നിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. വാർഡൻ നല്ല കമ്പനിയായിരുന്നു. അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, തട്ടാൻ്റെ അടുത്ത് പോയിട്ട് സ്വർണത്തിൻ്റെ സൂചിയിട്ട് കുത്തിയാൽ നിനക്കൊരിക്കലും പഠിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് തീരുമാനിച്ചു, തട്ടാൻ്റെ അടുത്ത് പോയി അവിടെ സ്വർണത്തിൻ്റെ സൂചിയിട്ട് കുത്താൻ പറഞ്ഞു. തട്ടാൻ പറഞ്ഞു, സ്വർണത്തിൻ്റെ സൂചിയില്ല, ചെമ്പിൻ്റെ സൂചിയാണ്, ചെമ്പിൻ്റെ സൂചിയിട്ട് കുത്താൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ കുത്തി, ചെമ്പിൻ്റെ സൂചിയായിട്ട്. ഇവിടെ എനിക്ക് ഇഷ്ടം കുത്തായി. പക്ഷെ ഇവിടെ കുത്തുമ്പോൾ എന്താണെന്നറിയില്ല, പഴുത്ത് പോവാണ് മൊത്തം. വീണ്ടും പഴുത്ത അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് മൂക്കിൻ്റെ മൂക്കുത്തിൻ്റെ ഉള്ളിൽ തട്ടിട്ട് ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തു. അങ്ങനെ ലാസ്റ്റ് ഞാൻ മൂക്കുത്തൽ അങ്ങ് ഉപേക്ഷിച്ചു. അങ്ങനെ ഞാൻ ലാസ്റ്റ് ടൈമിൽ അങ്ങനെ അമ്മയോട് പറഞ്ഞു, എനിക്ക് മൂക്ക് കുത്തണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ പറഞ്ഞ് ഞാൻ ഈ മൂക്കുത്തനെ ഡോക്ടറെ അടുത്ത് കൺസൾട്ടേഷന് പോയി. ഡോക്ടർ, എനിക്കിതാണ് പ്രശ്നം, ഇതെന്താണ്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്, എനിക്ക് മൂക്ക് പോയിട്ട് അതേപോലെ അത് ശരിയാണ്. എനിക്ക് കാതുകൾ കുത്താൻ പറ്റാറില്ല. എനിക്ക് കാതിൻ്റെ ഇവിടെയൊക്കെ സെക്കൻഡ് സ്റ്റെപ്പ് കുത്തിയിട്ട് ഇവിടെയൊക്കെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അതേപോലെ താഴത്തത് ഇപ്പം ഇന്ന് ഞാൻ കമ്മലിട്ട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ചൊറിച്ചിൽ തുടങ്ങും. അപ്പോൾ ഞാൻ കമ്മൽ അഴിച്ചിടും. പൊതുവെ എനിക്ക് കമ്മൽ പോലെ അങ്ങനെ ഇടാൻ പറ്റാറില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മൂക്കത്ത അതേപോലെ എനിക്ക് സ്കിന്നിൽ ടാറ്റു ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ലൈഫിൽ കുത്തരുത്, അതൊക്കെ അലർജിയാണ് പറഞ്ഞു. ഞാൻ കുറേ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് മെഡിസിൻ എടുക്കാം, നമുക്കങ്ങനെ നോക്കാം, ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഡോക്ടർ മെഡിസിനൊക്കെ എഴുതി തന്നു. ലാസ്റ്റ് ഡോക്ടർ എന്നെ സൂചിയിൽ ഇവിടെ കുത്തി. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എവിടെ കുത്തി? അപ്പോൾ എനിക്ക് ടെൻഷൻ അപ്പോൾ എനിക്ക് ഇവിടെയാണ് ഇഷ്ടം, പക്ഷേ ഇവിടെ ഇനി കുത്തി കഴിഞ്ഞ് ഇനി പഴുത്താലോ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ കുത്തി. ഇവിടെ അന്ന് കുത്തിയപ്പോൾ പഴുത്തുണ്ടാവില്ല. അപ്പം എന്തോ ഒരു അവസ്ഥയിൽ ഇവിടെ കുത്തി. അങ്ങനെ മെഡിസിൻ എടുത്ത് മരുന്നെടുത്ത് ഒക്കെ എടുത്ത് എന്തോ ഭാഗ്യത്തിന് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. സത്യം പറഞ്ഞാൽ സ്വർണത്തിന് അങ്ങനെ അലർജി ഇല്ല എന്നാണ് പൊതുവെ പറയാറ്. പക്ഷെ എനിക്ക് ഗോൾഡിൻ്റെ ഇടുന്ന ടൈമിലാണ് ഇത് ഇൻഫെക്ഷൻ കൂടുതൽ വരുന്നത്. അത് ഞാൻ നോട്ട് ചെയ്തായിരുന്നു. അതുപോലെ ഞാൻ ഗോൾഡിൻ്റെ പാദസരമൊക്കെ ഇടുന്ന ടൈമിൽ എൻ്റെ കാലിൻ്റെ ഇവിടെ ഇങ്ങനെ ചൊറിഞ്ഞ് ഇങ്ങനെ സ്കിൻ ഇതായി പോകും. അങ്ങനെ ഞാൻ ഫാൻസി മേടിച്ചു ഇട്ട്. അങ്ങനെയാണ് ഫാൻസി മേടിച്ചിട്ട് അങ്ങനെയാണ് മുഖത്തിയുടെ ജേണി അങ്ങനെ ഉണ്ടായത്.
എൻ്റെ കസിൻസ് പറയുമായിരുന്നു. പിന്നെ എൻ്റെ കസിൻസ്, എൻ്റെ താഴെയുള്ള കസിൻസൊക്കെ മൂക്കുത്തി. അപ്പോൾ അവരിങ്ങനെ പറയുന്നു, ഞാൻ കാരണമാണ് അവർക്ക് മൂക്കുത്താനുള്ള ഇൻസ്പിറേഷൻ ആയത്, ഞാനാണ് അവർക്ക് മോട്ടിവേഷൻ. മൂക്കുത്തിയുടെ കാര്യത്തിൽ മാത്രമല്ല, പല പല കാര്യങ്ങൾക്കും ഞാനാണ് മോട്ടിവേഷൻ എന്നൊക്കെ അവർ പറയാറുണ്ട്.